ഞാൻ അഭിലാഷിലേക്ക് മടങ്ങാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സി.ബി. സത്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സി.ബി. സത്യൻ, വിശ്വസിക്കാനാകുന്നില്ല, വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വിമാനാപകടം, അതിൽ അജിത് പവാർ മരിച്ചു, അദ്ദേഹം അടക്കം 6 പേർ മരിച്ചു എന്ന വിവരം വരികയാണ്. എന്താണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണിത്. അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളായിരുന്നു. ശരത് പവാറിനെ പോലെ തന്നെ ഈ ശരത് പവാർ ദേശീയ രാഷ്ട്രീയത്തെ അമ്മാനമാടിയപ്പോൾ അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ എല്ലാ ഗതിവിഗതികളിലും ഗതിവിഗതികളെ നിയന്ത്രിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മരണവാർത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വളരെ ദീർഘകാല അനുരണനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഈ വാർത്ത എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമാണ്. പ്രത്യേകിച്ചും NCPയുടെ പിളർപ്പിന് ശേഷം BJPക്കൊപ്പം ഉറച്ചു നിൽക്കുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അടക്കം NCP ശരത് പവാർ വിഭാഗമടക്കം അല്ലെങ്കിൽ ശിവസേന അടക്കമുള്ള വിഭാഗങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് മഹായുതി സഖ്യം വൻ വിജയം നേടുമ്പോൾ അതിൽ ഏറ്റവും അമരക്കാരനായി നിന്നുകൊണ്ട് ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരുന്നുകൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ അപ്പാടെ നിയന്ത്രിച്ച ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ മഹാവികാസ ഗാഡി എന്ന സഖ്യം രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പ് NCPയിൽ നിന്നും നേരെ BJPയിൽ പോയി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് രാജ്യത്തെ പലവട്ടം ഞെട്ടിച്ച, രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പൊളിറ്റിക്കൽ ഡ്രാമകളിൽ പ്രധാന വേഷം ധരിച്ച അജിത് പവാറിന്റെ വിയോഗം എന്ന് പറയുന്നത് തികച്ചും ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഗതിയാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയം അജിത് പവാറിനെ മിസ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചാൽ. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത. അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണ് അദ്ദേഹം അടക്കം 6 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്. അദ്ദേഹത്തിൻ്റെ വിമാനം 8:10 മുംബൈയിൽ നിന്നും പറന്നുയരുന്നത്. അതിനുശേഷം 9:15 ഇത് സംബന്ധിച്ച വിവരം പുറത്ത് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതടക്കം നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടമുണ്ടായത് എന്ന വാർത്തയാണ്. അജിത് പവാറിൻ്റെ കുടുംബം അങ്ങോട്ടേക്ക് ബരാമതിയിലേക്ക് പുറപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വാർത്ത പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അത്യധികം ദുഃഖകരമായ വാർത്ത ഇന്ന് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ, ബരാമതിയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. 2 പൈലറ്റുമാരടക്കം വിമാനാപകടത്തിൽ മരിച്ചു. അദ്ദേഹം അടക്കം 6 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 8:10 മുംബൈയിൽ നിന്ന് അജിത് പവാറിൻ്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതിനുശേഷം 9:12 ഈ പ്ലെയിൻ ക്രാഷ് വിവരം ATCയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബരാമതിയിൽ നിന്നിലേക്ക് ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അദ്ദേഹം പുറപ്പെട്ടിരുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാർട്ടി പരിപാടികളിൽ, യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് അവിടേക്ക് പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വിയോഗമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്ലെയിൻ അപകടത്തിൽ അദ്ദേഹം മരിച്ചു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഉള്ളത്. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. അഭിലാഷ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുപ്രിയ സുലെ, സുനേത്ര പവാർ, പാർത്ഥ് പവാർ തുടങ്ങിയവർ ഈ ബാരാമതിയിലേക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ വിമാനം ലാൻഡിംഗ് സമയത്ത് വിമാനത്തിന് ചില പ്രശ്നങ്ങളുണ്ടായി, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ DGCയുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥിരീകരണം. ലാൻഡ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, വിമാനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ വിമാനത്താവളത്തിനടുത്ത്, ബാരാമതിയിലെ വിമാനത്താവളത്തിനടുത്ത് ഇത് ഈ ഒരു അപകടം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പ്രദേശം വിജനമായ പ്രദേശമാണ്, ആൾപ്പാർപ്പില്ലാത്തൊരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. രാവിലെ 8:10 മുംബൈയിൽ നിന്ന് വിമാനം തിരിക്കുന്നത്. കർഷകരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനാണ് അജിത് പവാർ എന്ന് പറയുന്നത്. രാഷ്ട്രീയ കളികളിലൂടെ രാഷ്ട്രീയം BJPയുടെ NDA രാഷ്ട്രീയമായാലും BJPയിലായാലും അത്രയും വലിയ നേട്ടങ്ങൾ കൊയ്ത 6 സർക്കാരുകളിൽ മന്ത്രിയായിരുന്ന നേതാവ് കൂടിയായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത്. ശരത് പവാറിനൊപ്പം നിൽക്കുകയും പിന്നീട് NCP പക്ഷത്തെ 2ആയി പിളർത്തിക്കൊണ്ട് NDAയിലേക്ക് പോവുകയും NDAയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അത്രയും വലിയൊരു പദവി
കൺവീലിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്നത്. അകാലത്തിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഇത്തരത്തിൽ ബാരാമതി വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വിമാനം തകർന്നു വീഴുന്നത്. അതിൽ അദ്ദേഹത്തിനൊപ്പം 6 പേരുണ്ട്, അദ്ദേഹം ഉൾപ്പെടെ 6 പേര് വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 5 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ തത്കാലം നമുക്ക് ലഭ്യമല്ല. ഈ ആകെ മരിച്ച 6 പേരിൽ ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൂടാതെ വിമാനത്തിലുണ്ടായിരുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തതയില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു മൃതദേഹം, ഒരു സ്ത്രീയുടേതെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. അവരുൾപ്പെടെയാണോ ഈ 6 പേരെന്നുള്ള കാര്യത്തിലും നമുക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി, 66 വയസ്സുകാരനായിട്ടുള്ള അജിത് പവാർ അന്തരിച്ചു, വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. DGCA അടക്കം ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 8:10 അദ്ദേഹം ബാരാമതിയിൽ നടക്കുന്ന വിവിധ യോഗങ്ങളിൽ 4ഓളം യോഗങ്ങൾ അവിടെ നടക്കാനിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൽ കർഷകരുടെ പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത്. അതിൽ പ്രധാനമായും എത്തി സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം മുംബൈയിൽ നിന്ന് തിരിച്ചത്. അങ്ങനെ പക്ഷേ അവസാനം അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീണു. അതാണ് ഇപ്പോൾ ഈ യാത്രക്കാർ 6 പേരിൽ 6 പേർ തന്നെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന സ്ഥിരീകരണം DGCA നടത്തുകയാണ് ന്യൂസ് 18നോട്. അഭിലാഷ, ഇപ്പോൾ നോ സർവൈവേഴ്സ് ഇൻ പ്ലെയിൻ ക്രാഷ് എന്ന ഔദ്യോഗികമായ വിവരം പുറത്തു വരികയാണ്. അതായത് അജിത് പവാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ 2 അസിസ്റ്റന്റുമാർ, 2 പൈലറ്റുമാർ, ഒപ്പം ഒരു പ്രവർത്തകൻ, ഇത്രയും പേരാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ 6 പേർ. ആ കണക്ക് ഇപ്പോൾ DGCA പുറത്തുവിട്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന്റെ 2 അസിസ്റ്റന്റുമാർ, 2 പൈലറ്റുമാർ, ഒരു പ്രവർത്തകൻ, അദ്ദേഹം, അങ്ങനെ 6 പേരുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവരാരും രക്ഷപ്പെട്ടില്ല എന്ന വളരെ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ DGCA പുറത്തുവിടും. അതിദുഃഖകരമായിട്ടുള്ള വിവരങ്ങളാണ് അശ്വതി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം, അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും, അജിത് പവാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രദേശവാസികൾ ആയിട്ട് ആരും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും വിമാനത്തിൻ്റെ പൈലറ്റും ഉൾപ്പെടെ ഒരു പാർട്ടി പ്രവർത്തനം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ വാർത്ത. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു അപകടമുണ്ടായത്, അതിനുള്ള ഒരു വിശദീകരണം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നത് ലാൻഡിംഗ് സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. ലാൻഡിംഗ് സമയത്ത് വിമാനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വിമാനം തകർന്നു വീണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ചാർട്ട് ചെയ്ത സ്വകാര്യ വിമാനമാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പ്രത്യേകമായി തയ്യാറാക്കിയ വിമാനത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബാരാമതിയിലേക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.